ഹായ് ഫ്രണ്ട്സ്, എസ് ഇൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു സിമ്പിൾ നെക്ക് ഡിസൈനാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മുടെ നെക്ക് വന്നിരിക്കുന്നത് നല്ല വൈഡായിട്ടുള്ള റൗണ്ടാണ്. അതിൻ്റെ താഴത്തൊരു വി ഷേപ്പിനാണ് ഈ നെക്ക് ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് വളരെ കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ നെക്ക് ഡിസൈനായിട്ടാണ് കാണിക്കുന്നത്. ഇതേ ഒരു വി ഷേപ്പിൽ തന്നെ നമുക്ക് രണ്ട് സ്ലീവിലും വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് പാറ്റേൺ വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഈ ചെറിയ റൗണ്ട്സ് കൊടുത്തേക്കുന്ന പോർഷനിൽ നമുക്ക് ക്ലിപ്പ് സ്റ്റോൺസ് വെച്ച് കൊടുക്കേണ്ട പോർഷനാണ് കേട്ടോ. ബാക്കി വരുന്ന ഏരിയസിൽ നമുക്ക് കട്ട് ബീഡ്സ് ആണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 9 ഇഞ്ച് ലെങ്തിനാണ് ഈ ഒരു വി ഷേപ്പ് വരച്ചെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ചിലർക്ക് 10-12 ഇഞ്ച് വേണമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ലെങ്ത് കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. ഞാൻ നമ്മുടെ മെറ്റീരിയലിലേക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ മെറ്റീരിയലിലേക്ക് ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 9 ഇഞ്ചിലാണ് ഞാൻ ഈ ഒരു വി ഷേപ്പ് മാർക്ക് ചെയ്തെടുത്തേക്കുന്നത്. നമുക്ക് വേണ്ട മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ ക്ലിപ്പ് സ്റ്റോൺസ് എടുത്തിട്ടുണ്ട് കേട്ടോ. വൈറ്റ് കളർ ക്ലിപ്പ് സ്റ്റോൺസ് ആണ് എടുത്തിരിക്കുന്നത്. ഞാനിത് ഒട്ടുമിക്ക വീഡിയോയിലും പറയുന്നുണ്ട്. ഇതിൻ്റെ പേര് പലരും ചോദിക്കുന്നുണ്ട്. ക്ലിപ്പ് സ്റ്റോൺസ് എന്നാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പാണ്. ബേക്കിൽ ഹോളുണ്ട്, 4 ഹോള് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് തന്നെ വെക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ക്ലിപ്പ് സ്റ്റോൺസ് ഇപ്പോൾ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. അഥവാ നിങ്ങൾക്ക് ക്ലിപ്പ് സ്റ്റോൺസ് കിട്ടിയില്ലെങ്കിൽ വൈറ്റ് കളർ നമ്മുടെ നോർമൽ പേൾസ് യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ വൈറ്റ് സീക്വൻസ് യൂസ് ചെയ്യുകയോ ചെയ്യാം കേട്ടോ. ഈ ക്ലിപ്പ് സ്റ്റോൺസ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് പകരം ബീഡ്സോ സീക്വൻസോ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ. വർക്ക് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ 12 ആണ്. എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. നീഡിലിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ബിഗിനേഴ്സ് ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഡോട്ട് കൊടുത്തേക്കുന്ന പോർഷനിൽ നമുക്ക് ക്ലിപ്പ് സ്റ്റോൺസ് വെച്ച് കൊടുക്കാം. ബാക്കി വരുന്ന ഈ ഏരിയയിൽ നമുക്ക് കട്ട് ബീഡ്സും വെച്ച് കൊടുക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു വി ഷേപ്പ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഈ ഒരു തിക്നെസ്സിൽ വേണം കട്ട് ബീഡ്സ് വെച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് വരുന്നത്. നല്ലൊരു വി ഷേപ്പിലാണ് വർക്ക് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. ക്ലിപ്പ് സ്റ്റോൺസും കട്ട് ബീഡ്സും മാത്രമാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ക്ലിപ്പ് സ്റ്റോൺസ് ഇല്ലെങ്കിൽ പകരം വൈറ്റ് കളർ ബീഡ്സോ സീക്വൻസോ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ സിമ്പിൾ നെക്ക് ഡിസൈനായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല ഞാൻ കൊടുത്തേക്കുന്ന പിക്കിൽ എന്ന് പറയുമ്പോൾ ഹിപ്പ് പോർഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 സ്ലീവിൽ വേണമെങ്കിലും ഈ സെയിം ഒരു വി ഷേപ്പിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്തെടുക്കാം. നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഗ്രീൻ കളർ ജോർജറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണേ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. എസ് ഇൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന പേരിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.